ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് കൈരളി സംസ്കൃതയുക്ത ഭാഷാരീത്യാഹ നാമക്കിം. കൈരളി സംസ്കൃതയുക്ത, കൈരളി എന്ന് പറഞ്ഞാൽ കേരളം, മലയാളവും സംസ്കൃതവും രണ്ടും കൂടി മിക്സ് ചേർന്നിട്ടുള്ള ഭാഷാരീതിയുടെ പേരെന്ത്? എന്താണത്? മണിപ്രവാള. അടുത്തത് ഭക്തകവിഹി ഇതി നാംനാ പ്രസിദ്ധഃ കഃ. ഭക്തകവി എന്ന് പേരിൽ പ്രസിദ്ധനായിട്ടുള്ളതാര്? എല്ലാവർക്കും അറിയാമായിരിക്കും, അതല്ലേ? പൂന്താനം നമ്പൂതിരി. വാത്മീകേഹേ പൂർവനാമകിം. വാത്മീകിയുടെ നേരത്തെ ഉണ്ടായിരുന്ന പേരെന്താണ്? രത്നാകരഃ. പര്യടനം കസ്യ കൃതി. ഭാരത പര്യടനം കസ്യ, ആരുടെ കൃതിയാണ്? അപ്പോൾ കസ്യ ചോദിക്കുമ്പോൾ അതനുസരിച്ചാണ് ഉത്തരം പറയേണ്ടത്. അതുകൊണ്ടാണ് കുട്ടിക്കൃഷ്ണമാരാർ മഹാശയസ്യ. ഇനി ഭാരത പര്യടനസ്യ കർത്താ കഃ എന്ന് ചോദിച്ചാൽ കുട്ടിക്കൃഷ്ണമാരാർ എന്ന് മാത്രം എഴുതിയാൽ മതി. വന്ദേ മാതരസ്യ കർത്താ കഃ. വന്ദേ മാതരം എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരസ്യ ഒന്നുകൂടെ പറയാം. ഭാരത പര്യടനം കസ്യ കൃതി? കുട്ടിക്കൃഷ്ണമാരാർ മഹാശയസ്യ. വന്ദേ മാതരസ്യ കർത്ത ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്തത് സംസ്കൃത ഭാഷായാം പ്രചലിതഃ പ്രഥമ ചലച്ചിത്രം കിം. സംസ്കൃത ഭാഷയിൽ പ്രചരിച്ചിരിക്കുന്ന ആദ്യത്തെ ചലച്ചിത്രം ഏതാണ്? സിനിമ ഏതാണ്? ആദിശങ്കരാചാര്യഃ. വിശ്വസ്യ പ്രഥമം ബാലചലച്ചിത്രം കിം. വിശ്വസ്യ എന്ന ലോകത്തിലെ ആദ്യത്തെ ബാലചലച്ചിത്രം ഏതാണ്? മധുരസ്മിതം. സംസ്കൃത ഭാഷായാം ചലച്ചിത്രഗാനം കഃ രചിതവാൻ. സംസ്കൃത ഭാഷയിൽ ചലച്ചിത്രഗാനം ആരാണ് എഴുതിയത്? യൂസഫ് അലി കച്ചേരി. കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? യൂസഫ് അലി കച്ചേരി. അടുത്തത് പ്രഥമം പരിസ്ഥിതി ചലച്ചിത്രം. ആദ്യത്തെ പരിസ്ഥിതി ചലച്ചിത്രം ഏതാണ്? സമസ്യ എന്നാണ്. അടുത്തത് കേരളീയ നൃത്തരൂപം. കേരളത്തിലെ നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ് കേരളത്തിലെ നൃത്തരൂപം. അടുത്ത ക്വസ്റ്റ്യൻ, സനാതനധർമ്മസ്യ പ്രമാണഗ്രന്ഥാഃ കെ. സനാതനധർമ്മത്തിൻ്റെ പ്രമാണഗ്രന്ഥങ്ങൾ ഏതാണ്? വേദാഃ. ISRO സംസ്ഥായാഃ പ്രഥമ അധ്യക്ഷഃ കാ. ISROൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? വിക്രം സാരാഭായി. ഇന്തോനേഷ്യായാഃ വിമാനയാനസ്യ നാമ കിം. ഇന്തോനേഷ്യയുടെ യാനം എന്ന് പറഞ്ഞാൽ വാഹനം, വിമാനത്തിൻ്റെ പേരെന്താണ്? ഗരുഡ എയർലൈൻസ്. മാലി ഇതി തൂലികാനാമം സ്വീകൃത സാഹിത്യകാരഃ കഃ. മാലി എന്ന തൂലികാനാമം സ്വീകരിച്ച സാഹിത്യകാരനാര്? വി മാധവൻ നായർ. ആര്യസമാജസ്യ സ്ഥാപകഃ കഃ. ആര്യസമാജത്തിൻ്റെ സ്ഥാപകനാര്? സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.